ഹായ് ഫ്രണ്ട്സ്, ഞാൻ ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. കുറച്ച് ദിവസമായിട്ട് പറയണം എന്ന് ഒരു ലൈവിൽ വന്ന് പറയണം എന്നാണ് ഞാൻ ഓർത്തത്. അപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് ഇടാൻ കാരണം ചിലവർ കാണുവാണെങ്കിൽ കാണട്ടെ, ഷെയർ ചെയ്ത് അധികം കൊടുക്കുകയാണെങ്കിൽ കൊടുക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇപ്പം നമ്മുടെ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ പോകുന്നത് വൈകുന്നേരം ഇതുപോലെ KSRTC ബസ്സിലാണ്. അപ്പോൾ അത് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെയും വൈകുന്നേരം നമുക്ക് പോകാൻ പറ്റാറുള്ളൂ. അപ്പോൾ രാവിലെ ഞാൻ പ്രൈവറ്റിനാണ് പോകുന്നത്, അപ്പോൾ വൈകിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രൈവറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ എനിക്ക് തന്നെ ബസ് ഫെയർ എന്ന് പറഞ്ഞാൽ 3000 രൂപയാണ്. അപ്പോൾ എങ്ങനെയാലും പകുതി ഒരു ക്യാഷ് കുറവ് കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ലതാണല്ലോ. അപ്പോൾ ആ ക്യാഷ് കയ്യിലിരിക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പോകുന്ന ബസ്സിൽ അതിൽ കംപ്ലീറ്റ് സർക്കാർ ജോലിക്കാരും അങ്ങനത്തെ ഡെയിലി പോകുന്ന ആളാണ്. അപ്പോൾ നമ്മൾ ഈ ബസ്സിൽ കയറുമ്പോൾ ആ ജൂൺ 15 തൊട്ട് തുടങ്ങിയതാട്ടോ, ഇതുവരെ തീർന്നിട്ടില്ല. കയറുമ്പോൾ അതിലൊരു പുള്ളിക്കാരി ഒരു രക്ഷയില്ല. നിങ്ങളെന്തിനാണ് ഇതിൽ കയറുന്നത്? നിങ്ങൾക്ക് മറ്റേ ബസ്സിൽ പോയാൽ പോരെ, അതിൽ പോയി ഇരുന്ന് പോകാൻ പറ്റത്തില്ലേ? ഇതിലെന്തിനാ നമ്മളേതാണ്ടോ അവരുടെ ബസ്സിൽ തള്ളി കയറി പോകുന്ന പോലെയാണ് പുള്ളിക്കാരുടെ സംസാരം. ടോക്കിങ് മൊത്തം അങ്ങനെയാണ്. അപ്പോൾ ഞാൻ 1 പോട്ടെ 2 പോട്ടെ 3 പോട്ടെ ഞാൻ ക്ഷമിച്ചു. വീണ്ടും ഒരു ദിവസം ഇത് തന്നെ ആവർത്തിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബസ്സിൽ കയറുക. അപ്പോൾ പുള്ളിക്കാരി വേറൊരു ചേച്ചിയുണ്ട്, നല്ലൊരു ചേച്ചിയാണ്. ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ സീറ്റ് ഉണ്ടാവും നോക്കാം ഉള്ള രീതി പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി പറയാം, ആ ബസ്സിൽ പോയി ഇരുന്ന് പോകാൻ പാടില്ലേ, പിന്നെ എന്ത് രീതി വന്നത്? ഞാൻ ചോദിച്ചു, ഞാനിതിൽ പോകുന്നതുകൊണ്ട് ചേച്ചിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ മാന്യമായിട്ടാണ് ചോദിച്ചത്. ചില ആളുകളുണ്ട്, ചില ടൈപ്പ് ഓഫ് ആളുകളുണ്ട്, അവർക്ക് ഒരു നാണോ മാനില്ല. എത്ര പറഞ്ഞാലും നമ്മുടെ അന്തസ്സ് നമ്മൾ മിണ്ടായിരിക്കും, എന്നാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവനോനായ ഒരു സെൽഫ് റെസ്പെക്റ്റൊക്കെ വേണ്ടേ? ഞാൻ പറഞ്ഞ ഈ പുള്ളിക്കാരി ഉണ്ടല്ലോ, പുള്ളിക്കാരി അവിടുന്നേ ഇരുന്നാണ് വരുന്നത്. പക്ഷെ നമ്മൾ കയറുമ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഈ പുള്ളിക്കാരിയുടെ മടി കയറി നമ്മളിരിക്കുന്ന പോലെയാണ് പുള്ളിക്കാരിയുടെ ടോക്കിംഗ് മൊത്തം. പിന്നെ നമ്മൾ വിട്ട് കളയും. പിന്നെയും പറയുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എനിക്ക് 1 മണിക്കൂർ യാത്രയുണ്ട്. ഞാൻ ഇരിക്കണമെന്ന് നിർബന്ധമേ പിടിക്കാറില്ല. കാരണം നമ്മൾ ഓൾറെഡി ഫ്രീ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇരുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത്രയും എമൗണ്ട് കുറവ് കിട്ടുമല്ലോ. അപ്പോൾ നിൽക്കണമെന്ന് ഒരു കുഴപ്പവും എനിക്ക് തോന്നുന്നില്ല, നിന്നാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയാണ്. പക്ഷേ ഇങ്ങനെ കുറേ ഡെയിലി പോകുന്ന ആളുകളുണ്ട്, നമ്മൾ അവരുടെ ചെലവിന് പോകുന്നത്. കാരണം അവരുടെ വിചാരം അവരുടെ ബസ്സാണ്, അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട ബസ് പോലെയാണ് അവരുടെ സംസാരങ്ങൾ. ഇപ്പോൾ ഞാൻ ആദ്യം ഓർത്തു എനിക്ക് മാത്രമേ ഈ ഒരു അനുഭവം ഉള്ളെന്ന്. പക്ഷേ പലർക്കും ഉണ്ട് കേട്ടോ, ഇവരെ കൊണ്ടല്ല വേറെ ആൾക്കാർ കൊണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള ചേച്ചിമാർ അമ്മമാരൊക്കെ ഒത്തിരി പേര് കയറുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോലെ, എന്തിനാ മറ്റുള്ളവരുടെ കാര്യം നോക്കേണ്ടത്? അവർ കയറുമോ കയറാതിരിക്കും, ഇറങ്ങാതിരിക്കും ഒക്കെ ചെയ്യട്ടെ, അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. അപ്പോൾ ഈ പറഞ്ഞ പുള്ളിക്കാരി ഞാൻ 1 നോട്ട് ഇട്ടു, 2 നോട്ട് ഇട്ടു. ഞാൻ എൻ്റെ വീട്ടിൽ വരെ പറഞ്ഞു ഇങ്ങനൊരു സാധനമുണ്ട്. മനുഷ്യൻ സ്വസ്ഥതയില്ല, ബസ്സിൽ കയറാൻ പറ്റണില്ല. കാരണം ഞാൻ നോക്കുമ്പോൾ നമ്മൾ പ്രൈവറ്റിലായതുകൊണ്ട് നമുക്ക് ഒത്തിരി സാലറി കാര്യങ്ങളൊന്നുമില്ല. നമുക്കുള്ള സാലറി ഞാൻ അങ്ങനെയാട്ടോ എങ്ങനെ സേവ് ചെയ്യാം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനൊരു ഇത് വന്നപ്പോൾ എത്ര നാൾ ഉണ്ടാകുമെന്നൊന്നറിയില്ല. അപ്പോൾ ഒരു നേരം നമുക്ക് ആ ഒരു 35 രൂപ കുറഞ്ഞ് കിട്ടുമല്ലോ എന്ന് ഓർത്താണ് കയറുന്നത്. അപ്പോൾ ഇങ്ങനെ ചില ആളുകൾ കാരണം പലരും ഇപ്പോൾ കയറുന്നില്ല. എൻ്റെ കൂടെയുള്ള ചേച്ചിമാരൊക്കെ ഉണ്ട്, അവർ ഇത് കാരണം വേറെ ബസ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ ഇതിൽ നിന്ന് എന്ത് സുഖം കിട്ടണമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. അപ്പോൾ ഞാൻ ചേച്ചി ഇത് കാണുവാണെങ്കിൽ മേലെ ഇമാതിരി ചോദ്യം കൊണ്ട് എൻ്റെ അടുത്ത് വരരുത്. ഇനി എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അപ്പുറമായിരിക്കും പ്രതികരിക്കും. എനിക്ക് ആക്ച്വലി അവരോട് ദേഷ്യങ്ങളൊന്നുമില്ല. പിന്നെ 1 പറഞ്ഞു 2 പറഞ്ഞു 3 പറഞ്ഞു ഞാൻ മിണ്ടിയില്ല. അത് കഴിഞ്ഞ് വീണ്ടും പറയുക, നമ്മൾ നാണം കെടുത്താൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് നിൽക്കുമല്ലോ ബസ്സിൽ. അപ്പോൾ നമ്മൾ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് പറയുന്ന പോലെ. അപ്പോൾ ഞാൻ പിന്നെ ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ അവരോട് വഴക്കിടാനൊന്നും പോയില്ല. ഞാനിത് കയറുന്നതുകൊണ്ട് ചേച്ചിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പുള്ളിക്കാരുടെ മിണ്ടാട്ടം മുട്ടിപ്പോയി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അവനവൻ്റെ കാര്യം നോക്കുക, അവനവൻ്റെ കുടുംബത്തിലെ കാര്യം നോക്കുക. കണ്ടവൻ്റെ കാര്യത്തിൽ എന്തിനാണ് ഇടപെടണത്? അവരേതെങ്കിലും ബസ്സിൽ കയറട്ടെ, പാവങ്ങൾ. എനിക്കിഷ്ടമുള്ള ബസ്സിൽ കയറുന്നു, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതൊക്കെ മറ്റുള്ളവർ എന്തിനാണ് തിരക്കുന്നത്? അപ്പോൾ ഇനി മേലെ ആ ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ മേലെ ഇമാതിരി വർത്താനം കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുത്. കാരണം പുള്ളിക്കാരെ കാണുമ്പോഴേ എനിക്കിപ്പോൾ കണിപിടി, എനിക്ക് കണ്ടുകൂടെ എനിക്ക് പുള്ളിക്കാരനെ.
അതുപോലൊരു കച്ചറ സ്വഭാവമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദൈവത്തോട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, മറ്റുള്ളവരുടെ കാര്യം ഇടപെടാതിരിക്കുക. അവർ ആർക്കും ഒരു ഉപദ്രവം ഇല്ലാണ്ട് ഒരു വഴി കൂടി പോകുന്നു, നിങ്ങൾ നിങ്ങളുടെ വഴി കൂടി പോകുന്നു, പിന്നെ എന്താ കുറ്റമെന്തിനാണ്? അപ്പോൾ എനിക്കിതേ പറയാനുള്ളൂ. അപ്പോൾ ഇതുപോലെ എൻ്റെ അനുഭവം വേറെയും കുറേ പേർക്ക് ഉണ്ടായിട്ടുണ്ട്, പുള്ളിക്കാരി കൊണ്ടല്ല കേട്ടോ, വേറെ ആൾക്കാർ കൊണ്ട്. അപ്പോൾ ഒരു വോയിസ് ഇടണം തോന്നി. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മിണ്ടാതിരിക്കാൻ വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുക. അവന് അവനൊരു കാര്യം നോക്കും, എന്തിനാണ് വടി കൊടുത്ത് അടി മേടിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.